അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം? സുഖമാണോ? എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഓരോ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലേ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഒട്ടുമിക്ക കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ. ഇപ്പം ഞാൻ റാസൽ ഗെയിമിലെത്തി. ഞാൻ 2 ദിവസം ദുബായിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ദിവസത്തെ കോപ്രായങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ല, ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ. രണ്ടാമത്തെ ദിവസത്തെ കോപ്രായങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മളിങ്ങനെ ബോറടിച്ച് ഇങ്ങനെ റൂമിലിരിക്കുമ്പോൾ ഒരു 5-5:30 മണിയാകുമ്പോൾ 5 മണിക്കാറ്റാണ് മാപ്പ പറഞ്ഞത് ഇന്ന് എവിടെയും പോകാനില്ലേ, ഇന്ന് എനിക്ക് കാമിൽ പോകാനുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത് അവിടെ ഞാൻ ഇറക്കിത്തരാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ ചോദിച്ച് എനിക്ക് ഐക്കിൽ പോകണ്ടേ, ഐക്കിലെ മറ്റേ വെളുത്ത പാത്രങ്ങളൊക്കെ നോക്കണ്ടേ എന്നത്. 3 രൂപൻ്റെ അത് നല്ല അടിപൊളി പാത്രമാണ് കേട്ടാ. പിന്നെ വേറെ നിങ്ങൾക്ക് എന്തെല്ലാം വാങ്ങിക്കണം എന്നുള്ള പറഞ്ഞല്ല. അപ്പോൾ നിങ്ങൾക്ക് ഐക്കിൽ കയറണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നാ വേണ്ടാതൊന്നും ഐക്യ വേണ്ടാതൊന്നും വേറെ ഷോപ്പിൽ കയറാമെന്ന് പറഞ്ഞു. ഐക്കിൽ ഞാൻ പിന്നെ കുറേ പോയി, ഞാൻ കാണാത്ത സ്ഥലത്ത് പോവാന്നെല്ലാം പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ വേറൊരു ഷോപ്പിലേക്കാണ് വന്നത്. ഇതിൻ്റെ അടുത്തുള്ള മദീന നമ്മളുടെ അകത്ത് നല്ല അടിപൊളി കിച്ചൺ ഐറ്റംസ് ഒക്കെ വരുന്ന ഒരു ഷോപ്പുണ്ട്. അങ്ങനെ അവിടെയാണ് നമ്മൾ വന്നത്. പിന്നെ എനിക്ക് ഈ കിച്ചൺ ഐറ്റംസിൽ ഇതുണ്ടല്ലോ, ആ പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന ആ സെറാമിക്കിൻ്റെ കണ്ടെയ്നർ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ എന്താ പറയുക, അതെനിക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടണം. അപ്പം ഞാൻ അത് എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും വാങ്ങിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഇതാ ഞാൻ ഇതിനകത്തുനിന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതെടുക്കണോ വേണ്ടേ അങ്ങനത്തെ ഒരു സൈസാണ്. പിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും വാങ്ങിക്കില്ല, കുറേ നോക്കും അതിൻ്റെ പിന്നെ അകവും പുറവും എല്ലാം നോക്കിയിട്ട് എടുക്കും. അതെങ്ങനെയാണ് വരുന്നതെന്നെല്ലാം നോക്കിയിട്ട്. നല്ലുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സ്പൂണും വരുന്നുണ്ട് കേട്ടോ. പിന്നെ സ്പൂൺ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. നമുക്കിതിങ്ങനെ കയ്യിൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന്. ഒക്കെ എല്ലാം ഇഷ്ടമായി. നമുക്കങ്ങനെ എല്ലാം അങ്ങ് എടുക്കാനും പറ്റൂലല്ലോ. നല്ലുണ്ട്. കിച്ചൺ കൗണ്ടർ വെച്ചാൽ എന്താ പറയുക, നല്ല രസമുണ്ടാവും കിച്ചണ് കാണാൻ. പിന്നെ നമ്മൾ ഇങ്ങനത്തെ എടുക്കുമ്പോൾ വൈറ്റ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പം പിന്നെ കളറിലെല്ലാം വരുന്നുണ്ടല്ലോ, വൈറ്റ് പിന്നെ ഒരിക്കലും അങ്ങനെ ഔട്ടാവില്ല. കളറ് പിന്നെ നമുക്കങ്ങനെ മടി പിടിക്കും. ഞാൻ വൈറ്റ് തന്നെയാണ് എടുക്കൽ. കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാനത് സെറ്റായിട്ട് എടുത്തതാണ്. അപ്പം ആൾക്ക് അങ്ങനത്തെയാണ് വേണ്ടത്. ഇത് നല്ലോണം ഇഷ്ടമായില്ല. ഞാനിത് ഇവിടുന്ന് എടുത്തിട്ടില്ല. റാസൽ വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഞാൻ എടുക്കുന്ന ഷോപ്പ്, അവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച്. ഇത് അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്, കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ. അതേപോലെ തന്നെ നല്ല റേറ്റും ഉണ്ട്. ഈ ഒരു ഷോപ്പിലെ ഞാൻ കണ്ട കിച്ചൺ ഐറ്റംസൊക്കെ എല്ലാം അടിപൊളി, മാഷാ അല്ലാ, നല്ല ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാകും. പക്ഷെ എന്താ കുഴപ്പമെന്നറിയാമോ, നല്ല വെയിറ്റ് ഉണ്ട്. നമുക്ക് നാട്ടിലേക്ക് പോകുമ്പം ഇത്ര എന്നുള്ളൊരു കണക്കുണ്ടല്ലോ. ഇപ്പം മുമ്പത്തെ പോലെ ഒന്നല്ല. ഇപ്പോൾ ഒരാൾക്ക് പിന്നെ കയ്യിലും എല്ലാം കൂടി 27 ഉള്ളൂന്ന് തോന്നും. അത് എത്ര വേണ്ട ആകും നമുക്ക് നോക്കാം ഇൻഷാല്ലാ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നാമത് ഒഴിവാക്കിയത്. എന്തോ ഒരു വെയിറ്റ് ഓരോന്നെല്ലാം എടുത്ത് നോക്കുമ്പോൾ ആ വുഡിൻ്റെ എല്ലാം എടുക്കണമെന്ന് തന്നെ ഉണ്ട്, പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ ഇതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു സിറ്റി സെൻറ്റർ വരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് കയറിയിട്ട് ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഫുഡെല്ലാം കഴിച്ചല്ലേ, അല്ലെങ്കിൽ നമ്മൾ നേരെ റൂമിൽ പോയിട്ട് ബെഡ് കണ്ടാൽ അവിടെ പോയിട്ട് വീഴും. പിന്നെ ഇങ്ങനെ ഫോണിൽ നോക്കും. അതിനെക്കാട്ടി നല്ല തോന്നുന്നില്ലെങ്കിൽ നമ്മൾ റൂമിൽ നിന്ന് അങ്ങനെ നടക്കുന്നൊന്നും ഇല്ലല്ലോ. പിന്നെ ഇങ്ങനത്തെ ഷോപ്പിലും കാണുമ്പോൾ ഇഷ്ടം പോലെ നടക്കാനുണ്ടാവും അതിൻ്റെ അകത്ത്. ഒന്നാമത് ഫുഡെല്ലാം കഴിച്ചല്ലേ. എന്നിട്ട് നമ്മൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ കയറാമെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ലോണം ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട്. മാഷാ അല്ലാ.
അങ്ങനെയാണ് ഈ ഒരു ഷോപ്പിൽ നമ്മൾ നടക്കാൻ വേണ്ടി കയറിയത്. അങ്ങനെ നടന്നുകൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മേൻ്റെ മോളോട് പറഞ്ഞു, ഇവിടെ ഒരു ഹോം സെൻറ്റർ ഉണ്ട് തോന്നുന്നു, നമുക്ക് അവിടെ ഒന്ന് കയറിയാലോ. എനിക്കെന്ന് വെച്ചാൽ ഈ കിച്ചൺ ഐറ്റംസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കാണാനും കണ്ടോസ്വദിക്കാനും പിന്നെ എടുക്കാനും ഭയങ്കര ഇഷ്ടം തന്നെയാണ്. പിന്നെ അങ്ങനെ ഞാൻ ഇവിടുന്ന് 2-3 പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഇൻഷാല്ലാ ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ അത് വാങ്ങിക്കുമ്പോൾ വീഡിയോ പിടിച്ചിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റൂല. ഒന്നാമതെന്ന് വെച്ചാൽ ഈ ഒരു ഷോപ്പ് അടക്കാനായി 10 മിനിറ്റ് കൊണ്ട് അടക്കുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഞാനെന്ത് ചെയ്ത് വേഗം ആ പാത്രം എടുക്കുകയത്. പിന്നെ വീഡിയോ പിടിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ അതിൻ്റെ മുമ്പ് കുറേ ഷോപ്പിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയല്ല, ഓരോ ഷോപ്പിൽ ഇങ്ങനെ വേണ്ടാണ്ട് കയറിയിട്ടില്ല. ലാസ്റ്റാണ് എനിക്ക് ഹോം സെൻറ്ററിൻ്റെത് ഓർമ്മ വന്നത്. അങ്ങനെയാണ് ലാസ്റ്റാണ് നമ്മൾ ഈ ഒരു ഷോപ്പിൽ കയറുകയും ചെയ്തത്. അങ്ങനെ പെട്ടെന്ന് 2 നല്ല അടിപൊളി പാത്രങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണിക്കില്ലെങ്കിൽ ഇൻഷാല്ലാ നാട്ടിലെത്തിയിട്ട് എങ്ങനെ കാണിക്കാൻ തോന്നും. പിന്നെ അതേപോലെ തന്നെ ഈ ടീ പൗഡറൊക്കെ ഇട്ട് വെക്കുന്ന സെറാമിക്കിൻ്റെ ഒരു കണ്ടെയ്നർ ഉണ്ടല്ലോ, അതും നല്ല നല്ലതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. പിന്നെ ഒന്നാമതെന്ന് വെച്ചാൽ ഷോപ്പ് അടക്കാനായി. അന്നേരം പിന്നെ നമ്മൾ എന്താ പറയുക, കൂടുതൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ആ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങി. പിന്നെ ഇങ്ങനെ നടന്ന് വെച്ചിട്ട് കാല് വേദനയൊന്നുമില്ല. ഒന്നാമത് ഫുഡ് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം നടക്കുന്നതും നല്ലല്ലേ. റൂമിൽ പോയാൽ പിന്നെ നമ്മൾ നടക്കൂലല്ലോ. അങ്ങനെ ഇതാ വേറൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ വേറെ ദിവസം ഞാൻ ആമയും കൂടി വന്നതാണ്. ഞാനും ആമയും പിന്നെ ആപ്പ കടാമിലേക്ക് ആപ്പാക്ക് അവിടെ ടൈപ്പിംഗ് സെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോകുമ്പോൾ നമ്മളിവിടെ ഇറക്കി. ആപ്പാൻ്റെ ഷോപ്പിൻ്റെ ഇത് തന്നെയാണ് ഈ ഒരു കട വരുന്നത്. പിന്നെ അങ്ങനെ നമ്മളിവിടെ കയറി. ആമയുടെ മക്കളൊന്നുമില്ല, നമ്മൾ 2 ഉള്ളൂ. ഇവിടുന്ന് പിന്നെ നമുക്ക് വീട് അലങ്കരിക്കാനുള്ള കുറച്ച് ഐറ്റമൊക്കെ വാങ്ങിക്കാനുണ്ട്. കിച്ചൺ ഐറ്റമൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ വീട് അലങ്കരിക്കേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അത് എന്താണെന്നൊക്കെ ഇൻഷാല്ലാ ഞാൻ കാണിക്കുന്നുണ്ട്. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒന്ന് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ച്. ഈ ഒരു ഷോപ്പിലുള്ള പിന്നെ നല്ലുണ്ട്, ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഏതാ എടുക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഒരിക്കൽ ഒന്ന് നോക്കും, എന്നിട്ട് മറ്റേത് നോക്കും, എന്നിട്ട് അപ്പുറത്തേക്ക് പോയും. അങ്ങനെയെല്ലാം തന്നെയാണ്. കുറേ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷനില്ല ഏത് എടുക്കാമെന്ന്. അങ്ങനെ ആവശ്യമുള്ള 2-3 ഞാൻ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഷോന് വെക്കേണ്ട അതാണ് വാങ്ങിച്ചത്. പിന്നെ അങ്ങനെ നമ്മൾ പിന്നെ കുറേ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇതിൻ്റെ അകത്തൊന്നും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആമിയും ഞാനും. പിന്നെ പാത്രത്തിൻ്റെ ആ ഒരു ഭാഗത്തൊന്നും നമ്മൾ അങ്ങനെ പോയിട്ടില്ല. പാത്രമൊന്നും പിന്നെ ഞാൻ പറഞ്ഞ് ഇവിടുന്ന് എടുക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ 2-3 ഐറ്റംസൊക്കെ ഇവിടുന്ന് വാങ്ങിച്ച്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുത്തതെല്ലാം അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ വേറെയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കുന്നതെല്ലാം ഇങ്ങനെ വീഡിയോ പിടിച്ച് എന്തെല്ലാം വാങ്ങിയത് വീഡിയോയിൽ കാണുന്നത് തന്നെയാണോ വാങ്ങിയത്, അതൊക്കെ ഇൻഷാല്ലാ ഞാൻ പിന്നീട് കാണിക്കാം.